പശ്ചിമേഷ്യയുടെ രാത്രികൾ വീണ്ടും അസ്വാഭാവികമായൊരു ഭീതിയുടെ ശബ്ദം കേൾക്കുകയാണ്. ഇറാനിലെ തെരുവുകളിൽ അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യം വീണ്ടും മുഴങ്ങുന്നു. പക്ഷെ ഇത്തവണ ആ മുദ്രാവാക്യം മുഴക്കുന്നത് ഇറാന്റെ സുരക്ഷാസേനയോ സൈനിക യൂണിറ്റുകളോ മാത്രമല്ല. കൈകളിൽ AK-47 റൈഫിളുകളും കലാഷ്നിക്കോവ് തോക്കുകളും പിടിച്ചു തെരുവിലിറങ്ങിയിരിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, കുടുംബങ്ങൾ, യുവാക്കൾ. ഒരു കാലത്ത് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ മാത്രം കേട്ടിരുന്ന യുദ്ധഭാഷ ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാന പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വീണിറങ്ങുമ്പോൾ രാജ്യതലസ്ഥാനമായ ടെഹ്റാനിലെ ടാജരീഷ് സ്ക്വയർ മറ്റൊരു ലോകം പോലെ തോന്നും. ഒരു കാലത്ത് ആഡംബര ജീവിതത്തിന്റെ പ്രതീകമായിരുന്ന ആ പ്രദേശം ഇന്ന് ജനക്കൂട്ടങ്ങളുടെ മുദ്രാവാക്യങ്ങളാലും പ്രതിഷേധ ശബ്ദങ്ങളാലും വിറഞ്ഞലിക്കുകയാണ്. അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യമുയരുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്നുയരുന്നത് വെറും ദേഷ്യം മാത്രമല്ല, സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കണമെന്ന ഉറച്ച മനസ്സും അധിനിവേശ ഭീഷണിക്കെതിരായ വെല്ലുവിളിയുമാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കടുത്ത മുന്നറിയിപ്പുകൾ ഇറാനിൽ വീണ്ടും യുദ്ധത്തിന്റെ നിഴൽ പരത്തിയിരിക്കുകയാണ്. സമയം തീരുകയാണ്, ഒന്നും അവശേഷിക്കില്ല. ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഈ വാക്കുകൾ ഇറാനിൽ ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയായി ആരും കാണുന്നില്ല. അമേരിക്കയും ഇസ്രയേലും വീണ്ടും സൈനിക നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നുവെന്ന ഭയമാണ് രാജ്യത്തുടനീളം പടരുന്നത്. അതുകൊണ്ടുതന്നെ സർക്കാർ പിന്തുണയോടെ നടക്കുന്ന റാലികളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയാണ്. അവരുടെ സന്ദേശം വളരെ വ്യക്തമാണ്: ഭീഷണിക്ക് മുന്നിൽ ഇറാൻ മുട്ടുകുത്തില്ല. ഈ പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് സ്ത്രീകളുടെ സാന്നിധ്യമാണ്. കറുത്ത ഷാഡോർ ധരിച്ച സ്ത്രീകൾ വരെ ഇപ്പോൾ തോക്കുപയോഗിക്കാൻ പരിശീലനം നേടുന്ന കാഴ്ചകൾ ഇറാനിൽ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. വനക് സ്ക്വയറിൽ ഒരു സ്ത്രീക്ക് AK-47 എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശീലകർ പഠിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്കും ആയുധപരിശീലനം നൽകുന്നത് യുദ്ധം വന്നാൽ രാജ്യം മുഴുവൻ ഒന്നായി പോരാടും എന്ന ശക്തമായ സന്ദേശമായാണ് കാണപ്പെടുന്നത്. തിനിടെ ഇറാനിയൻ സംസ്ഥാന മാധ്യമങ്ങളും തുറന്ന പ്രതിരോധ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒഫോക് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഒരു പരിപാടി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. പരിപാടിക്കിടെ കലാഷ്നിക്കോവ് റൈഫിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഒരു മുഖംമൂടി ധരിച്ച പരിശീലകൻ ടെലിവിഷൻ അവതാരകനെ പഠിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സൈനിക വസ്ത്രം ധരിച്ച പരിശീലകൻ ആയുധം എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ ലക്ഷ്യം വെക്കണം, എങ്ങനെ വെടിവെക്കണം എന്നിവ വിശദമായി അവതരിപ്പിച്ചു. നിങ്ങളുടെ കാഴ്ച വിന്യസിക്കുക, ശ്വാസം പിടിക്കുക എന്ന് പരിശീലകൻ നിർദ്ദേശിക്കുമ്പോൾ അവതാരകൻ UAE പതാക ലക്ഷ്യമാക്കി തോക്ക് ചൂണ്ടുന്ന ദൃശ്യവും പ്രക്ഷേപണം ചെയ്തു. അവസാനം പരിശീലകന്റെ ഫയർ എന്ന കമാൻഡോടെ വെടിയുതിർക്കുന്ന രംഗം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഇത് വെറും ടെലിവിഷൻ ഷോ ആയിരുന്നില്ല. അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കും നൽകുന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമായാണ് പലരും അതിനെ കാണുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നു പേരിൽ നടക്കുന്ന ദേശീയ സന്മന്ന ക്യാമ്പയിനുമായി ഈ പരിപാടികൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. അമേരിക്കയുമായും ഇസ്രയേലുമായും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ 31 ദശലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഈ സന്മന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതൊരു സാധാരണ സർക്കാർ പരിപാടിയേക്കാൾ കൂടുതൽ രാജ്യത്തിന്റെ ജനകീയ പ്രതിരോധ ശക്തിയെ പ്രകടിപ്പിക്കുന്ന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഗൾഫ് മേഖലയിലേക്കും പടരുകയാണ്. അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ UAEക്കും ആഘാതമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജമേഖലയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ലക്ഷ്യമാക്കിയതായാണ് സൂചനകൾ. എന്നാൽ ഹോർമൂസ് കടലെടുക്ക് ഉപരോധിക്കപ്പെട്ടാലും എണ്ണ കയറ്റുമതി തുടരാൻ പകരം പൈപ്പ്ലൈൻ സംവിധാനമുള്ളതിനാൽ UAEക്കു മറ്റു ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രതിരോധശേഷിയുണ്ടെന്നാണ് വിലയിരുത്തൽ. എങ്കിലും യുദ്ധം നീണ്ടുപോയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക ഗൾഫിന്റെ സാമ്പത്തിക സ്ഥിരത തന്നെയായിരിക്കും. സുരക്ഷിതവും ആഗോള നിക്ഷേപ സൗഹൃദമായ കേന്ദ്രം എന്ന UAEയുടെ പ്രതിച്ഛായയ്ക്കും ഇത് വലിയ തിരിച്ചടിയാകും. 2020 ഏബ്രഹാം അക്കോർഡിനു ശേഷം അമേരിക്കയുമായും ഇസ്രയേലുമായി ബന്ധം ശക്തമാക്കിയ UAE ഇപ്പോൾ അതീവ സമ്മർദ്ദത്തിലാണ്. ഇറാനെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കണമെന്ന ആവശ്യങ്ങളും ശക്തമാകുന്നുണ്ട്. എന്നാൽ ഈ മുഴുവൻ സംഘർഷത്തിനിടയിലും ഇറാനിലെ ഓരോരുത്തരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ടാജരീഷ് സ്ക്വയറിന് സമീപത്തുള്ള പാർക്കുകളിൽ ഇപ്പോഴും കുടുംബങ്ങൾ ശാന്തമായി നടക്കുന്നു. ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നു, ചിലർ ചായ കുടിക്കുന്നു. യുദ്ധം വേണ്ട എന്ന് മൃദുവായി പറയുന്നവരും അവിടെയുണ്ട്. വലിയ മുദ്രാവാക്യങ്ങളിൽ അവരുടെ ശബ്ദം മങ്ങിയേക്കാം, പക്ഷേ അതൊരു സമൂഹത്തിന്റെ സമാധാന സ്വപ്നമാണ്. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ ഇറാന്റെ യഥാർത്ഥ മനസ്സ് വ്യക്തമാക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഭാവിയുള്ള ഒരു സാധാരണ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ രാജ്യം കീഴടങ്ങരുത് എന്ന വികാരവും ശക്തമാണ്. പശ്ചിമേഷ്യയുടെ ആകാശം ഇപ്പോൾ ശ്വാസമടക്കി ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: ഇത് വെറും ഭീഷണികളുടെ വാക്കേട്ടമാണോ, അതോ ലോകത്തെ വിറപ്പിക്കാൻ പോകുന്ന മറ്റൊരു മഹാസംഗ്രാമത്തിന്റെ കൗണ്ട്ഡൗണോ?
പക്ഷേ വൈറ്റ് ഹൌസിലെ അധികാര കസേരയിലിരുന്ന് യുദ്ധത്തിന്റെ ഭൂപടം വരയ്ക്കുന്നവർ ഒന്നുമാത്രം ഓർക്കുക, ഇത്തവണ കഥ മാറുകയാണ്. തോക്കിൻ മുനകളിൽ ചരിത്രം കുറിക്കാൻ പോരാട്ടഭൂമിയുടെ മുൻനിരയിൽ നിൽക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക സൈന്യം മാത്രമല്ല, പകരം ചോരയും നീരുമുള്ള ഒരു രാജ്യമൊന്നാകെയാണ്. വിരിമാറിലേക്ക് ചൂണ്ടുന്ന ചുവന്ന അമ്പുകളെ നോക്കി പരിഹസിച്ചുകൊണ്ട് കൈകളിൽ AK-47 റൈഫിളുകളുമേന്തി ഇറാൻ അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യം നെഞ്ചിലെ കനലായി സൂക്ഷിച്ച് ഇറാന്റെ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. വിധിയുടെ ആ അവസാന യുദ്ധകാഹളം മുഴങ്ങിയാൽ ഈ മണ്ണിൽ നിന്നുയരുക തോൽവിയുടെ വിലാപങ്ങളാവില്ല, മറിച്ച് അവസാന ശ്വാസം വരെ പോരാടി ജയിക്കും എന്നൊരു ജനതയുടെ രൗദ്രഭാവമാകും. ചരിത്രത്തിലെ ഏറ്റവും അപകടകരവും എന്നാൽ ഏറ്റവും മാസുമായൊരു മഹാപ്രതിരോധത്തിന്റെ മുനമ്പിലാണ് ഇപ്പോൾ ഇറാൻ.